കോളേജ് ടൈമില് ഉഴപ്പി അടിച്ചു പൊളിച്ചു നടന്ന പലരും ഇപ്പൊ അതൊക്കെ വിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? പൃഥ്വി അങ്ങനെ ആയിക്കൂടെ? ഇല്ല കിരൺ, പൃഥ്വിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഒരാളുടെ ബേസിക് ക്യാരക്ടർ അയാളെ വിട്ടു പോവുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ വെറുതെ തന്റെ മനസ്സമാധാനം കളയാന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ബോൾഡായി തീരുമാനമെടുക്കുന്ന തന്നെ ഇപ്പോഴിങ്ങനെ ഈ അവസ്ഥയിൽ കാണുമ്പോഴാ വിഷമം. കിരണിനെ അറിയാലോ, ഫാമിലിയുടെ കാര്യം വരുമ്പോ ഞാനൊരു സാധാരണക്കാരിയാ. അഷിതയും അഭിയും ഒക്കെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അവർക്കൊരു ദോഷം വരിക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യ. താനൊരു കാര്യം ചെയ്, തനിക്ക് വസുമതി ആന്റിയെ കാര്യങ്ങൾ അറിയിക്കാനല്ലേ പാട്. താൻ കാര്യങ്ങൾ ദേവരാജൻ അങ്കിളിനോടോ മുത്തശ്ശിയോടോ പറയേ. അതുകൊണ്ട് കാര്യമില്ല കിരൺ. അച്ഛനും മുത്തശ്ശിയും പറഞ്ഞാലും ചെറിയമ്മ അനുസരിക്കില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ അവരെ വിഷമിപ്പിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ സാധിക്കാതെ അച്ഛൻ വീർപ്പ് മുട്ടുന്നത് നേരിട്ട് കാണുന്നതല്ല ഞാൻ. ഇനി ഈ കാര്യത്തിന്റെ പേരിൽ ഒരു ടെൻഷൻ കൂടി കൊടുക്കാൻ എനിക്ക് വയ്യ. താൻ പറയുന്നൊക്കെ ശരിയാ. ഇനിയിപ്പോ എന്തോ ഒരു സൊല്യൂഷൻ. വിവാഹത്തിന് മുൻപ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഞാൻ എല്ലാരെയും അറിയിക്കും. ഒരിക്കലും ഞാനായിട്ട് അഷിയെ ഒരു നരകത്തിലേക്ക് തള്ളിവിടില്ല. അതാണ് ശരി. നല്ലൊരു അവസരത്തിനായി നമുക്ക് കാത്തിരിക്കാം. മോള് പറഞ്ഞ ശരിയാ, ഞാനും അത് ശ്രദ്ധിച്ചു. അവർക്ക് ദുർഗയോട് ഒരു അകൽച്ചയുണ്ട്. അല്ലെങ്കിൽ അത് നിസ്സാരമല്ല ചെറിയച്ച. പല കാര്യങ്ങളിലും അവര് ദുർഗയെ മാറ്റി നിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വീടുകളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അതെന്താന്ന് പുറത്തു നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറയാലോ, ദുർഗയുടെ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അതുകൊണ്ടാ നമ്മൾ തിരിച്ചു പോരാൻ നേരം ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചത്. ഞാൻ ശ്രദ്ധിച്ചു. എന്താ മോള് ദുർഗയോട് പറഞ്ഞത്? ദുർഗയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മടി കൂടാതെ ചോദിക്കണമെന്നാ പറഞ്ഞത്. പക്ഷേ അവിടെ ആ കുട്ടീനെ ഞെട്ടിച്ചളഞ്ഞു. സംസാരത്തില് ഒരിക്കൽ പോലും അവൾ അവളുടെ വീട്ടിലുള്ള ആരെ ഒരു കുറ്റവും പറഞ്ഞില്ല. അതൊരു നല്ല പെൺകുട്ടിയാണെന്ന് എനിക്കും തോന്നി. എന്തായിരിക്കും ദുർഗ അവരെ അകറ്റി നിർത്തുന്നത്? അതിന് പ്രത്യേകിച്ചൊരു കാരണം വേണോ പൂർണിമേ? എന്തൊക്കെ പറഞ്ഞാലും അഷിതയുടെ സ്വന്തം ചേച്ചിയല്ലല്ലോ ദുർഗ. ദേവരാജന്റെ ആദ്യ ഭാര്യയിലെ മോളല്ലേ? അപ്പൊ പിന്നെ ആ ഒരു വേർതിരിവ് അഷിതയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക സാധാരണമല്ലേ? രണ്ടാനമ്മ എപ്പോഴും രണ്ടാനമ്മ തന്നെ ആയിരിക്കും. സ്വന്തം അമ്മയുടെ സ്നേഹവും കരുതലും ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുന്ന നല്ലത്. ആ വീട്ടിലെ ബാക്കി പ്രശ്നങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മള് പൃഥ്വിയെയും അഷിതയെയും കുറിച്ച് മാത്രം ഓർത്താൽ മതി. അതും ശരിയാ. പക്ഷേ ദുർഗ ഒരു അന്യ ആളായിട്ട് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തോ ഒരു അടുപ്പം ആ കുട്ടിയുമായിട്ടുള്ളതായിട്ടൊരു തോന്നല് വരുക. അത് മോളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് തോന്നുന്നേ. വെറുതെ ഓരോന്നോർത്ത് ഉറക്കം കളയാതെ മോള് പോയി ഉറങ്ങാം. ഞാനും ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ശരി ചെറിയച്ച, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.